اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ ഹിക്കമിലെ 4-ാമത്തെ ഹിക്മത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മഹാൻ പറയുന്നത്. അരിഹ് നഫ്സക, നീ നിന്റെ മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകുക. മിനത്തദ്ബീരി, തീവ്രമായ ആസൂത്രണവും പ്ലാനിങ്ങും ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് നീ എന്ത് ചെയ്യണം? നിന്റെ മനസ്സിനും ശരീരത്തിനും നീ എന്ത് ചെയ്യണം? വിശ്രമം നൽകണം. എന്താ കാരണം? ഫമാ ഖാമ ബിഹി ഗൈറുക അൻക, മറ്റൊരാൾ നിനക്ക് നിർവഹിച്ച ഒരു കാര്യം, ലാ തകും ലിനഫ്സിക, ലാ തകും ബിഹി ലിനഫ്സിക, അത് നീ നിനക്ക് വേണ്ടി നിർവഹിക്കേണ്ട കാര്യമല്ല, അല്ലാഹു തആല നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തീവ്രമായ പ്ലാനിങ്ങും ആസൂത്രണവും എന്ത് ചെയ്യണ്ട, ഈ ദുനിയാവിൽ വേണ്ട എന്നാ പറയുന്നത്. എന്നാൽ തീരെ പ്ലാനിങ്ങും ആസൂത്രണവും വേണ്ടെന്നല്ല. ഇപ്പം നമ്മളൊരു വിഷയം വരുമ്പോൾ ഒരു കൂടിയാലോചിക്കലും ഒരു പ്ലാനിങ്ങും ഒക്കെ അത്യാവശ്യമാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഒരു ബുദ്ധിമാനെ സംബന്ധിച്ച് പറയുന്നത്, ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ ഒരു പ്ലാനിങ് ഉള്ള ആളാണ്. ഒരു ടൈം ടേബിളൊക്കെ ഉള്ള ഒരാളെന്നൊക്കെ പറയില്ലേ, അത് വേണ്ടെന്നല്ല, തീവ്രമായ പ്ലാനിങ്. എത്ര ആ കാര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നാലും അതുകൊണ്ട് മനസ്സൊക്കെ റാഹത്താകാതെ പിന്നെയും ഉണ്ടാക്കണം എന്നുള്ള ചിന്തയുള്ള പ്ലാനിങ് ഉണ്ടല്ലോ, ആ പ്ലാനിങ്ങിനെ കുറിച്ചാണ് പറയണത്. ഒന്നുകൂടി പറയാം. അരിഹ് നഫ്സക, നീ നിന്റെ മനസ്സിനും ശരീരത്തിനും എന്ത് ചെയ്യണം? വിശ്രമം നൽകണം. മിനത്തദ്ബീരി, തീവ്രമായ ആസൂത്രണത്തിൽ നിന്നും പ്ലാനിങ്ങിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം? എൻ്റെ മനസ്സിന് നീ എന്ത് ചെയ്യണം? വിശ്രമം നൽകണം. കാരണം ഫമാ ഖാമ ബിഹി ഗൈറുക അൻക, മറ്റൊരാൾ നിനക്ക് നിർവഹിച്ച ഒരു കാര്യം എന്ത് ചെയ്യണ്ട? നീ നിനക്ക് വേണ്ടി നിർവഹിക്കേണ്ട കാര്യമല്ല, അല്ലാഹു തആല നിന്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. എൻ്റെ ഉസ്താദൊക്കെ സാധാരണ നമ്മളൊക്കെ ഓതുന്ന സമയത്തിന് ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യനെയും അല്ലാഹു തആല അവൻ്റെ വായ കീറിയിട്ടാണ് പഠിച്ചിരിക്കുന്നത്, അല്ലേ? ഒരാളെയും അല്ലാഹു തആല വായ എന്ത് ചെയ്തിട്ടില്ല. പിന്നീട് നമ്മുടെ ഹിത്താന്റെ പോലെ പിന്നീട് മാറ്റിവെച്ച ഒരു സാധനമല്ല വായയുടെ കാര്യം, അതെല്ലാവരും കീറിയിട്ടാണ്. അപ്പോൾ ഉസ്താദ് എപ്പോഴും പറയുന്നൊരു പ്രയോഗമുണ്ട്, അതിൻ്റെ അർത്ഥം എന്താണ്? അതിലൂടെ ഭക്ഷണം നൽകാൻ അല്ലാഹു തആലക്ക് കഴിവുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ലോകത്തുള്ള സർവ്വജീവികൾക്കും ഭക്ഷണം കൊടുക്കുക എന്ന് അല്ലാഹു തആല ഏറ്റ കാര്യമാണ്. അതിലേറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവും, കുറവുകളും കൂടുതലുകളൊക്കെ ഉണ്ടാവും. അത് അല്ലാഹു തആല തീരുമാനിക്കുന്നത് പോലെ എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മനുഷ്യന്മാർ പ്രത്യേകിച്ച് സിമ്പിൾ കാര്യത്തിന് തന്നെ വലിയ ആസൂത്രണങ്ങളും പ്ലാനിങ്ങും ഉള്ള ആൾക്കാരാണ്. അത് മുഴുവൻ പൂർത്തിയാക്കാനുള്ള ആയുസ്സൊന്നും അല്ലാഹു തആല മനുഷ്യന്മാർക്ക് നൽകിയിട്ടില്ല, വളരെ കുറച്ച് സമയം മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ആൾക്കാരാണ് പിന്നെ ഈ മനുഷ്യരല്ലാത്ത മറ്റു ജീവികളൊക്കെ. അവർക്ക് സ്വന്തമായൊരു പ്ലാനിങ് ഒന്നുമില്ല. ഇപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ, പല ആളുകൾക്കും നാളെ എനിക്ക് ചുങ്കത്തുക്ക് പോകണം, എൻ്റെ ഉപജീവന മാർഗം അവിടെയാണ്. ചില ആളുകൾക്ക് പെരിന്തൽമണ്ണക്ക് പോകണം. ഈ പക്ഷികൾക്കും മറ്റു മൃഗങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ടൗൺ ഉണ്ടോ, ഒരു പ്രത്യേക ഏരിയ ഉണ്ടോ? ഇല്ല, അവർക്കൊരു പ്ലാനിങ്ങും ഇല്ല. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, എങ്ങനെയാണോ അല്ലാഹു തആലാനെ ബരമേൽപ്പിക്കേണ്ടത് ആ രൂപത്തിൽ നിങ്ങൾ അല്ലാഹു തആലാനെ ബരമേൽപ്പിച്ചാൽ, ലറസഖ്തും, നിങ്ങൾക്ക് അവൻ ഭക്ഷണം തരും. ഏതുപോലെ? കമാ യർസുഖു ത്വയ്റ, പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ. തഖുദു ഖിമാസൻ വ തറൂഹു ബിതാന, വളരെ രസകരമായ ഒരു ഹദീസാണ്. അള്ളാഹിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ ഏതൊരു കാര്യവും അള്ളാഹുവിനെ ബരമേൽപ്പിച്ചാൽ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ നിങ്ങൾക്കും തരും. എന്താണ് പക്ഷികൾക്കുള്ള പ്രത്യേകത? തഖുദു ഖിമാസൻ,
രാവിലെ ഒട്ടിയ വയറേക്കാൻ അവർ എണീക്കുന്ന സമയത്ത് ഉണ്ടാക്കുക. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ തൊറൂഹ ബിത്താന, നിറഞ്ഞ വയറുമായിട്ടാണ് അവരെന്ത് ചെയ്യുക, അവരെ കൂട്ടിലേക്ക് തിരിച്ച് എന്ത് ചെയ്യുക, കയറുക. അപ്പൊ ഒരുപാട് പ്ലാനിങ് ഒന്നും അവർക്കില്ല. പക്ഷെ എല്ലാ ജീവികൾക്കും, മനുഷ്യരല്ലാത്ത എല്ലാ ജീവികളും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം അവർ അള്ളാഹുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം തരാമെന്ന് നീ ഏറ്റെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അന്നം നീ മുടക്കരുതേ അള്ളാ എന്ന് എല്ലാ ജീവികളും അള്ളാഹുവിനോട് പറയുന്ന ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൂഹുൽ ബയാൻ എന്ന് പറയുന്ന കിതാബിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിഷയം പറയുന്നുണ്ട്. അതിൽ തന്നെ ഒരു ബൈത്തുണ്ട്, വത്തൈറു ഫീ ജൗവിസ് സമാഇ ബിറിസ്ഖിഹി. ആകാശത്തിന്റെ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷികൾ, ബിറിസ്ഖിഹി, അവർക്ക് ഭക്ഷണം നൽകുന്നവൻ ആരാണ്? അല്ലാഹു തആലയാണ്. അതുപോലെ വൽഹൂതു വസ്തൽ ബഹരി മാ യൻസാഹു, സമുദ്രത്തിന്റെ ആഴിയിലുള്ള മത്സ്യങ്ങളെ പോലും ആര് മറക്കുന്നില്ല? അല്ലാഹു തആല മറക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ബൈത്തുണ്ട്. സത്യത്തിൽ നമുക്കൊക്കെ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് അറിയോ? നമ്മളൊക്കെ ആസൂത്രങ്ങൾ ഒരുപാടാണ്. നമ്മൾ ഇനിയൊരു 100 കൊല്ലൊക്കെ ജീവിക്കേണ്ട ഒരു മേനിക്കാണ് നമ്മളെ നടപ്പും നമ്മളെ മറ്റു കാട്ടിക്കൂട്ടലുകളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല, നമ്മളൊക്കെ വിചാരിക്കുന്നത് ശരിക്കും സ്വാലിഹീങ്ങൾക്കാണ് ശരിക്കും പരീക്ഷണം ഉണ്ടാകുന്നത്. നമുക്ക് വരുന്നത് ശരിക്കും ശിക്ഷയാണ്. നമുക്ക് വരുന്നത് ശരിക്കും എന്താണ്? എനിക്ക് വരുന്നതിനൊക്കെ അങ്ങനെ കണക്കൂട്ടിക്കുന്നത്. എന്തു വന്നാലും അത് ശിക്ഷയായിട്ടേ നമ്മൾ കണക്കൂട്ടല്. പരീക്ഷണം എന്ന് പറയുന്നത് സ്വാലിഹീങ്ങൾക്കാണ്. അവരുടെ ദറജ ഉയരാനും അവരുടെ ഈമാൻ വർദ്ധിക്കാനും അല്ലാഹു തആല കൊടുക്കുന്ന ചില പരീക്ഷണങ്ങളാണ്. നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇപ്പൊ ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉസ്താദാകുന്ന ബഹുമാനപ്പെട്ട വക്കീ റളിയല്ലാഹു അൻഹു, വക്കീ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്താണെന്നറിയില്ല, നിങ്ങളിന്ന് പഠിച്ച കാര്യങ്ങളൊന്നും ശരിക്കും ഓർമ്മ വരുന്നില്ല. പഠിച്ച കാര്യങ്ങളൊന്നും ശരിക്കും ഓർമ്മ വരുന്നില്ല. ആ സമയത്ത് വക്കീ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഈ അടുത്ത ദിവസം നിങ്ങൾ എന്തെങ്കിലും പാപം ചെയ്തതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നടന്നു പോകുന്ന വഴിയിൽ ഒരു അന്യ സ്ത്രീയെ ഞാൻ കണ്ടു. അറിയാതെ ഒന്ന് നോക്കിപ്പോയപ്പോ എന്റെ മനസ്സിന് വല്ലാത്ത വിഷമം വന്നു. അന്ന് മുതലാണ് എനിക്ക് ഞാൻ പഠിച്ചത് ഇങ്ങോട്ട് ഓർമ്മ വരാത്തത്. ബഹുമാനപ്പെട്ട വക്കീ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൽമ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നൂറാണ്. അൽ ഇൽമു നൂറുല്ലാഹിയാണ്. ഇൽമ അള്ളാഹിന്റെ നൂറാണ്. ആ നൂറ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കിടക്കണമെങ്കിൽ ആ മനസ്സ് പരിശുദ്ധമാകണം. ആസിയായ ദോഷിയായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ എന്ത് ചെയ്യൂല, കടക്കൂല എന്ന് പറഞ്ഞു. ആ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദീവാനു ഷാഫിയിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മറവി സംഭവിച്ചപ്പോ അതിന് ഉസ്താദ് പരിഹാരം പറഞ്ഞു കൊടുത്തത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളാണ് വലിയ മറകളായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മളീ അല്ലാഹുവിന്റെ മുമ്പിൽ 71 ഹിജാബ് ഉണ്ട്, 71 മറകളുണ്ട്. ആ മറകള് എത്ര തുറന്നാലും അത് എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിലേക്ക് എത്താതിരിക്കാനുള്ള കാരണം എന്താ? ചില തെറ്റുകൾക്ക് നമ്മൾ ഉഹദ് മലയോളം വലിയ എന്ത് കൊടുക്കേണ്ടി വരും? ഉഹദ് മലയോളം വലുപ്പുണ്ടാവും ചില പാപങ്ങൾ, നമുക്കത് അറിയണില്ല. ചില ആരോപണങ്ങൾ, ചില കുറ്റം പറച്ചിലുകൾ, അതിനൊക്കെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. നഊദു ബില്ലാഹ്, അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അത് വലിയ അക്ബറുൽ കബായിർ ആയിട്ടാണ് മഹാന്മാർ പറയുന്നത്. വൻദോഷം എന്നല്ല, കുറ്റാരോപണം എന്ന് പറയുന്നത് വൻദോഷങ്ങളിലെ വൻദോഷമാണ്. അപ്പൊ അത് നമ്മൾ പരമാവധി എന്ത് ചെയ്യണം? പരമാവധി എന്നല്ല, അത് തീരെ പാടില്ല. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഈ കുറച്ചു കാലമേ നമ്മൾ ജീവിക്കുള്ളൂ. ആ ജീവിതത്തിന്റെ ഉള്ളിൽ ഒരുപാട് തീവ്രമായ പ്ലാനിങ്ങും തീവ്രമായ ആസൂത്രണത്തിന്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ മനസ്സിനും ശരീരത്തിനും നീ എന്ത് ചെയ്യണം? വിശ്രമം നൽകണം. കാരണം അല്ലാഹു തആല നിന്റെ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റെടുത്തിട്ടുണ്ട്. ഞാനൊരു കഥയും കൂടി പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സാഹിദിനെ കുറിച്ച് താരീഖിന്റെ കിതാബുകളിൽ പറയുന്നുണ്ട്. എല്ലാവരും ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സാഹിദ് എന്ന വലിയ മഹാനാണ്. ഓരോ കാര്യങ്ങളും പരീക്ഷിച്ചു നോക്കുന്ന മഹാനാണ്. അങ്ങനെ അദ്ദേഹം പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് അതിലൊരു ആയത്ത് കണ്ടു, ഞാൻ നേരത്തെ പറഞ്ഞത്, വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ലോകത്തുള്ള സർവ്വ ജീവികൾക്കും അല്ലാഹു തആല എന്ത് ചെയ്യും? ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ മൂപ്പരെന്ത് ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഇനി ഹിമ്മത്ത് എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ, മനക്കരുത്ത് എന്ന് പറഞ്ഞ സാധനമാണ്. ആ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്
ഒരു വിജനമായ സ്ഥലത്തുള്ള ഒരു ഗുഹയിൽ പോയിട്ട് നിന്നു. എന്തിനാ ഉപരം നിൽക്കണത്? അള്ളാനെ തവക്കുലാക്കുന്നുണ്ട്, എനിക്ക് അള്ളാഹ് ഭക്ഷണം തരുമെന്നൊന്ന് അറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഉപര ആ ഗുഹയിൽ നിന്ന്. താരീഖിന്റെ കിതാബിലുള്ളതാണ്. അതിനെ ബഹുമാനപ്പെട്ടവിടെ ഇരുന്നു, കുറെ നേരം ഇരുന്നു. ഭക്ഷണത്തിന്റെ സമയം, നല്ല വിശപ്പ്, നല്ല ക്ഷീണുണ്ട്, ആരും ഇല്ല, ആരും അങ്ങോട്ട് വരുന്നില്ല. ആ സമയത്താണ് കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നത്, അതിലൂടെ പോകുന്ന ആള് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആ ഗുഹയിലേക്ക് കയറിയത്. ഗുഹയിലേക്ക് കയറിയപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കണ്ണും തുറിച്ചിങ്ങനെ കുത്തിരുന്നു. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്തു? അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. പക്ഷെ അദ്ദേഹം സലാം അടക്കിയില്ല. അപ്പൊ ഇവര് വിചാരിച്ചു ഇദ്ദേഹം വഴിതെറ്റി വന്ന ആളേക്കാരം, സംസാരിക്കാൻ പോലും പ്രയാസം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ വെള്ളമോ ഭക്ഷണമൊക്കെ ഈ മനുഷ്യന് കൊടുക്കാം. അപ്പൊ അവർ പറഞ്ഞു, എന്നാ കുറച്ച് ഭക്ഷണം ഉണ്ട്, ആ ഭക്ഷണം ഞങ്ങൾ തരട്ടെ. ഭക്ഷണം ഞങ്ങൾ തരട്ടെ. അപ്പോഴും ഇയാൾ ഒന്നും മുണ്ടില്ല. അപ്പൊ ഈ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ചിലപ്പോൾ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു ആലത്ത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നു. അപ്പൊ ഈ ഭക്ഷണം ഇങ്ങനെ കൊടുക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പൊ ചിരി കേട്ടിട്ട് ഭക്ഷണം കൊടുക്കുന്ന ആള് പറഞ്ഞു, ഇന്ന് ഇയാള് മജ്നൂനയിക്കാരൻ, ഭ്രാന്തനയിക്കാരല്ല. അപ്പൊ അദ്ദേഹം സംസാരിച്ചു, മക്കളെ, ഞാൻ ഭ്രാന്തനൊന്നും അല്ല, എന്റെ പേര് ഷെയ്ഖ് സാഹിദ് എന്നാണ് എന്റെ പേര്. ഞാൻ ഇന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിയപ്പോ അതിലൊരു ആയത്ത് കണ്ടു, മാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ലോകത്തുള്ള സർവ്വജീവികൾക്കും അള്ളാഹുവാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്ന ഒരായത്ത് കണ്ടു. അത് അള്ളാഹു താല ആ ഒരായത്ത് പറഞ്ഞത് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഈ ഗുഹാമുഖത്ത് എത്തിയതാണ്. അപ്പൊ ഞാൻ ഒരു പരിശ്രമവും നൽകാതെ തന്നെ അള്ളാഹു താല എന്റെ വായിലേക്ക് ഭക്ഷണം തന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഒരു തവക്കുൽ നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു ഉപദേശം കൊടുക്കണ്ടായി. അപ്പൊ ഒരുപാട് തീവ്രമായ പ്ലാനിങ്ങിന്റെയും ആസൂത്രണത്തിനൊന്നും സമയമല്ല, വളരെ കുറച്ചുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ മുമ്പത്തെ മഹലിൽ ജോലി ചെയ്തത് ഇങ്ങനെ ആലോചിച്ചു, എന്നാ ഇപ്പൊ ഒരു ബാക്കിയത്തുനിന്ന് വന്നത്, എന്നാണ് ഇപ്പൊ അവിടെ ജോലി ചെയ്തത് എന്നൊക്കെ ആലോചിക്കും. പക്ഷെ നമ്മൾ അറിയാതെ നമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും ബലഹീനത വരുന്നുണ്ട്. ബലഹീനത. ഇപ്പൊ ഞാൻ ഒരു എല്ലാവർക്കും ഒരു ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞുതരാം. ഞാൻ 2010 പന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യണത്. പന്തല്ലൂർ. അപ്പൊ അവിടെ നമ്മൾ അജബൻ അള്ളാ, അജബൻ മൗല, അജബൻ എന്ന് പറഞ്ഞൊരു ഒരു മൗലിദ് ഉണ്ടാകും. അപ്പൊ റബീഉൽ അവ്വൽ വരാനായി, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി 2010 ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് നിന്നുള്ള നമ്മുടെ 2 സുഹൃത്തുക്കൾ ഇവിടെ കഴിഞ്ഞ റബീഉൽ അവ്വലിനോട് വന്നിരുന്നു. അപ്പൊ ഈ മൗലിദ് കഴിഞ്ഞിട്ട് പോണ ആ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഉസ്താദെ, പഴയ ഈണൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ, പഴയ ഈണൊന്നും ഇല്ല. ഞാൻ വിചാരിച്ച എന്താണ്, 2010 അതേ ശബ്ദമാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതല്ല, നമ്മളെ ശബ്ദത്തിന് ബലഹീനത വന്നിട്ടുണ്ട്, കാഴ്ചക്ക് ബലഹീനത ഉണ്ട്, കയ്യിനും കാലിനും ഓരോ അവയവങ്ങൾക്കും ലോഫുകൾ വരുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലോഫ് വരുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമ്മൾ പോകാൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കണം. ആ രൂപത്തിലേക്ക് നമ്മൾ വരണം. പണ്ടത്തെ ആളുകൾ എന്ന് പറഞ്ഞാല് അവർ തിന്നാനും കുടിച്ചാനും ഒന്നും ഉണ്ടാവില്ല, പക്ഷെ പോലെ ഇബാദത്തിന് ഒരു മുടക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അവരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകും. ചിലപ്പോൾ 10, 12, 15 മക്കളുണ്ടാവും. എന്നാലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടും അല്ലേ നല്ല റാഹത്തിലൊക്കെ കഴിഞ്ഞു പോയിരുന്ന ഒരു കാലമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ബസ്രയിൽ ഒരു വലിയ അള്ളാഹുവിന്റെ ആരിഫായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, ഒരു സ്വാലിഹായ മനുഷ്യൻ. ആ സ്വാലിഹായ മനുഷ്യന്റെ ഭാര്യ 4ാമത്തെ പ്രസവമാണ്. അപ്പൊ 4ാമത്തെ പ്രസവം നടന്നു. നല്ലൊരു പെൺകുട്ടിയാണ്. അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു. പക്ഷെ ഭാര്യ പറഞ്ഞു, ഒന്നും കഴിക്കാനില്ല, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, പ്രസവിച്ചിട്ടാണ്. പ്രസവം എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും അറിയാലോ. ഇന്നലെ ക്ഷീണമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകണേ, നമ്മളെ പരിയിലൊന്നുമില്ല, നിങ്ങൾ ആരെത്തെങ്കിലും പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം. അങ്ങനെ ഈ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ ഒരാളോട് എങ്ങനെ ചോദിക്കും, ഒരു വിഷയം എങ്ങനെ ചോദിക്കും? ആ ഒരു മടി അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. അങ്ങനെ അദ്ദേഹം പരീക്കനെ തിരിച്ചു വന്നിട്ട് വിഷമത്തോടുകൂടെ ഭാര്യന്റെ അരികിലിരുന്നിട്ട് ക്ഷീണിതനായിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ കടന്ന സമയത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫിൽ മനാമി അദ്ദേഹം ഉറക്കിൽ കാണാൻ. എന്നിട്ട് അദ്ദേഹത്തോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ ഈ 4ാമത്തെ ഈ മകളുണ്ടല്ലോ, ആ മകള് ലോകത്ത് അറിയപ്പെടുന്ന ഒരു ആരിഫത്തായ സ്ത്രീയായിട്ട് മാറും.
ആ സ്ത്രീനെ കൊണ്ട് 70,000 ആളുകൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ പെണ്ണാണ് പിന്നീട് ലോകത്തറിയപ്പെട്ട റാബിയത്തുൽ അദവിയ എന്ന പേരിൽ അറിയപ്പെട്ട മഹദിയായി. റാബിയ എന്ന് പറഞ്ഞാൽ 4ാമത്തെ പെണ്ണ അല്ലേ? റാബിയ എന്ന് പറഞ്ഞാൽ 4 എന്നല്ലേ? റാബിയത്തുൽ അദവിയ. മനസ്സിലാവുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈസബ്നു ദാദാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ രാജ്യത്ത് ഒരു ഭരണാധികാരിയാണ്. ഈസബ്നു ദാദാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും എനിക്ക് 100 സ്വലാത്ത് ചെല്ലുന്നതാണ്. വെള്ളിയാഴ്ച രാവിലെ എനിക്ക് 400 സ്വലാത്ത് അദ്ദേഹം ചെല്ലാറുണ്ട്. എന്നാൽ ഇന്നലത്തെ വെള്ളിയാഴ്ച രാവിൽ അദ്ദേഹം 400 സ്വലാത്ത് ചെല്ലിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, അതിന് തിരിച്ച് പ്രതിഫലമായി ഒരു 400 നാണയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരാൻ പറയണം കേട്ടോ. അങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പ്രകാരം അദ്ദേഹം ഈസബ്നു ദാദാൻ എന്ന് പറയുന്ന മഹാന്റെ അടുത്തേക്ക് ചൊല്ലുകയും കാര്യങ്ങൾ പറയുകയും അതിന് പ്രതിഫലമായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം 400 നാണയം കൊടുത്തു എന്ന ചരിത്രം. ഞാൻ ആ വിഷയം പറഞ്ഞത് ഒരു ചരിത്രത്തിന് വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ ആളുകൾ എന്ന് പറഞ്ഞാൽ എന്തില്ലെങ്കിലും പോലെ മനസ്സിൽ ഈമാൻ. പിന്നെ എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, നല്ല ആളുകൾ മാത്രമേ റസൂലുള്ളാഹിനെ സ്വപ്നം കാണുന്നുള്ളൂ. അങ്ങനല്ല. ഇമാം സുയൂത്തി തങ്ങൾ അൽ ഹാവിലിൽ ഫത്താവി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, നല്ല മനുഷ്യന്മാരും കാണും, മോശപ്പെട്ടവരും കാണും. റസൂലുള്ളാഹി നല്ല മനുഷ്യന്മാരെ മാത്രം റസൂലുള്ളാഹി അല്ല, റസൂലുള്ളാഹി എല്ലാവരും റസൂലുള്ളാഹിയാണ്. നല്ല മനുഷ്യന്മാരും കാണും, മോശപ്പെട്ടവരും കാണും. നല്ല മനുഷ്യന്മാര് കാണുന്നത് അവരുടെ ഇബാദത്തിന്റെ ദർജയുടെ അനുസരിച്ചിട്ട് പോലും കാണുന്നതാണ്. മോശപ്പെട്ട ആളുകൾക്ക് ആ മോശത്തരത്തിൽ നിന്ന് കരകയറാനുള്ള ഒരു മാർഗമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണും. അതിന് നമ്മൾ എവിടെങ്കിലുമൊക്കെ ഒരു സ്വലാത്ത് ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ഈ സ്വലാത്ത് 100 വട്ടം ചെല്ലിയ റസൂലുള്ളാഹിനെ കാണും, ഈ സ്വലാത്ത് 500 വട്ടം ചെല്ലിയ റസൂലുള്ളാഹിനെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുണ്ടോ? അത് ചെല്ലിയ കാണും, അത് ചെല്ലേണ്ട ആൾക്കാർ ചെല്ലണം, എന്നാലേ കാണുള്ളൂ. മനസ്സിലാവുണ്ടോ? ഇപ്പോ എന്ന് പറയില്ല നമ്മള്. എന്താണ് അവിടെ? ആരെങ്കിലും ഗൗസുല്ലാ അള്ളവിന് 1000 വട്ടം വിളിച്ചാൽ ഗൗസുല്ലാ നമ്മുടെ ഹാദർ. ഇവിടെ 10,000 വട്ടം വിളിച്ചാലും ഹാദറാവണില്ല. എന്താണ്? അൽഫം ബി ഖൽവതിഹി അസ്മം ബി ഹിമ്മതിഹി എന്നാ പറയുന്നത്. ഉറച്ച തീരുമാനം വേണം, ഹിമ്മത്ത് വേണം, അങ്ങനെ തഖ്വന്റെ ഖൽബ് വേണം. അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യണം? 1000 വട്ടം വിളിക്കണം. അതായത് ഈ വാട്സപ്പിൽ ഏതെങ്കിലും ഒരാൾ എഴുതി 100 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല സ്വപ്നം കാണും, അല്ലെങ്കിൽ 500 സ്വപ്നം കാണുന്നൊന്നും പറഞ്ഞാൽ കാണൂല. അത് നമ്മൾ ആ ദറജയിലേക്ക് ഉയരണം. പ്രത്യേകിച്ച് വേണ്ട എന്താണെന്നറിയോ? ഒരുപാട് അമലുകൾ ചെയ്യലല്ല. എല്ലാവരും മനസ്സിലാക്കേണ്ടതാ. ഒരുപാട് അമല് ചെയ്ത് മല മറിക്കലല്ല. ചെയ്യുന്ന അമല് കുറച്ചാണെങ്കിലും അതിൽ പ്രണയം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയാൽ മതി. ചെയ്യുന്നത് കുറച്ചായിക്കോട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുറച്ചാണെങ്കിലും എന്നും ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരാൾ ദുഹാ നിസ്കരിക്കുകയാണെങ്കിൽ എന്നും ദുഹാ നിസ്കരിക്കണം. അത് 2 മതി. ഒരു ദിവസം 8 നിസ്കരിക്കുന്നതിനേക്കാളും ഇന്ന് 8 നിസ്കരിച്ചു, നാളല്ല മറ്റന്നാൾ 4 നിസ്കരിച്ചു, അതിന്റെ വ്യത്യാസമല്ല. അതിനേക്കാൾ നല്ല എന്താണ്? എല്ലാ ദിവസവും 2 നിസ്കരിക്കുന്നതാണ്. കുറഞ്ഞതാണെങ്കിലും എന്നും എന്ത് ചെയ്യണം? കൊണ്ടുപോവുക. ആ രൂപത്തിലേക്ക് നമ്മൾ എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.